വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അല്ല, ഞങ്ങൾ മൂന്നാളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഈ ഒരു ചെറിയ മാറ്റം ഇൻട്രോയിൽ വരുത്തുമോ എന്നുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കമന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയില്. അപ്പോൾ നല്ല രസമല്ലേ? ഞങ്ങൾ മൂന്നാൾക്കാരും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് അല്ലേ വിഷ്ണു? അപ്പോൾ ഇന്ന് ഷോപ്പിംഗ് സാധാരണ നമ്മൾ ഡ്രസ്സിന്റെ ഷോപ്പിങ്ങും അങ്ങനത്തെയൊക്കെ അല്ലേ നമ്മൾ യൂഷ്വലി ചെയ്യാറ്. ഇന്ന് നമ്മൾ ഈ ഒരു റൂം, അതേപോലെ അപ്പുറത്തെ റൂം ചെറിയൊരു മേക്ക് ഓവർ നടത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫർണിച്ചർ ഷോപ്പിംഗ് ഒക്കെയാണ്. എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ പുതിയ ഒരാളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു ബെഡ്റൂമിനും അതേപോലെ അപ്പുറത്തെ റൂമിനും വരുത്താനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ടോട്ടലി പുതിയൊരു മേഖലയാവുകൊണ്ടേ എങ്ങനെയാണ്, എന്താണ്, എത്രയാണ് എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതിന് മുന്നേ ഇവിടെ പേരൻസ് ആയ ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മളൊരു ഉപദേശം വാങ്ങി നമ്മളിന്ന് ഇവിടുത്തെ ബേബി പാർക്കിലോട്ട് പോവുകയാണ്. ബേബിയുടെ എല്ലാവിധ ഐറ്റംസും കിട്ടുന്ന ഒരു കടയാണ് ബേബി പാർക്ക്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ വഴിയെ ഞാൻ പറയാം. അപ്പോൾ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഈ ഒരു റൂമിലോട്ടാണ് ആദ്യം നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുന്നത് കേട്ടോ. കാരണം ഈ റൂമിൽ 2-3 ഫേർണിച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യണം. ഒന്ന്, ഒരു ക്രിബ് ആഡ് ചെയ്യണം, പിന്നെ നമുക്കൊരു റീക്ലൈനർ ആഡ് ചെയ്യണം, പിന്നെ ആ ഒരു സൈഡിലായിട്ട് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കുറച്ച് വലിയ ഒരു ടേബിൾ ആഡ് ചെയ്യണം, ഡയപ്പർ ചേഞ്ചിങ്ങിനും കാര്യങ്ങൾക്കും ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും കൂടെ ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഈ 3 ഫേർണിച്ചേഴ്സ് ആണ് ഈ ഒരു റൂമിക്ക് നമുക്ക് ആവശ്യമുള്ളത്. ഏതൊക്കെ ഷോപ്പിൽ കിട്ടുന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പാടില്ല, പക്ഷെ ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കി നോക്കാം ഈ ഒരു ബേബി പാർക്കിൽ. പിന്നെ ഒരു മാറ്റം വരുത്താനുള്ള വേറൊരു റൂം എന്ന് പറയുന്നത് ഈ റൂമാണ്. ഈ റൂം ഇപ്പൊ എന്തിനു വേണ്ടി എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. വലിയ വലിയ ഐഡിയാസ് ഒക്കെ ആയിരുന്നു ഈ റൂമിൽ എനിക്ക് ഉണ്ടായിരുന്നത്. ആദ്യം ഇതെന്റെ വർക്ക് റൂമായിരുന്നു. ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എന്റെ വർക്കിംഗ് ടേബിളും അതേപോലെ തന്നെ എന്റെ കുറെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഒക്കെ ആയിട്ടുള്ള ഒരു കച്ചർ പിച്ചർ റൂമായിരുന്നു ഇത്. പിന്നെ നമ്മളൊരു ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേഷനിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതൊരു യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ മാറ്റണം എന്നുള്ള എന്റെ വിദഗ്ധമായ ഐഡിയയിൽ ഇത് ഒന്നും ആവാതിരിക്കുകയാണ്. കാര്യമായിട്ട് ഈ റൂം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഈ റൂം ഒന്നും കൂടി യൂട്യൂബ് സ്റ്റുഡിയോ ആയിട്ട് മാറ്റാം എന്നുള്ളൊരു ഐഡിയ വന്നപ്പോഴാണ് നമ്മൾ ചെറുതായിട്ട് ഫാമിലി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പൊ എന്തായാലും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിനോട് കുറച്ച് അടുത്തിട്ട് വേണമല്ലോ ബേബി റൂം വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മളൊരു ബേബി റൂം ആക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കുറച്ച് ഫർണിച്ചേഴ്സും കാര്യങ്ങളും കുറച്ച് സ്റ്റോർ ചെയ്യാനുള്ള ഐറ്റംസും കുറച്ച് കളറും ഒക്കെ മാറ്റി നമുക്കിതൊരു ബേബി റൂം ആക്കണം. തൽക്കാലം നമ്മൾ ഈ റൂമിൽ ഇപ്പം അത്ര ഫോക്കസ് ചെയ്യുന്നില്ല. തൽക്കാലം നമ്മൾ ആ റൂമിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറിയില്ല, കാരണം ഈ റൂം എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഇല്ലാത്തത് കാരണം അറിയില്ല എന്താ ചെയ്യുന്നതെന്നുള്ളത്. വിഷ്ണു നല്ല ഐഡിയ ഉണ്ടോ? നമ്മള് അച്ചു ചേച്ചിനെ വിളിച്ചിട്ട് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ഈ റൂമിൽ മാറ്റങ്ങൾ വരുത്താൻ. ഇതൊക്കെ എവിടെ പോകും, എന്ത് ചെയ്യുന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഒരു സാധനം കാണിച്ചേരട്ടെ. ഇത് കണ്ടോ? ഇതും പിന്നെ ഇത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ജോഗിൻ, ഞാൻ ജോഗിൻ ചേട്ടൻ വിളിക്കും. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലാണ് പുള്ളി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏതെങ്കിലുമൊക്കെ വ്ളോഗിൽ മുന്നേ നമ്മൾ ചെയ്ത. അപ്പൊ പുള്ളി വളരെ സർപ്രൈസിങ് ആയിട്ട് നമുക്ക് അയച്ച എന്താ പറയാ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം നമ്മൾ ഇതുവരെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ബേബിന്നൊക്കെ നമ്മൾ ഇതുവരെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കുട്ടിക്ക്. അപ്പോ ഫസ്റ്റ് ആയിട്ട് ഈ വീട്ടില് കുട്ടിക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് വന്ന് ഇതായിരുന്നു. അതിൽ കുറച്ച് കുട്ടി ഷൂ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ തോന്നി ഫസ്റ്റ് ടൈം ഗിഫ്റ്റ് കിട്ടിയപ്പോ? ഗിഫ്റ്റ് അല്ല, ഫസ്റ്റ് ടൈം ബേബിക്ക് ഒരു പ്രതീക്ഷിക്കാതെ കിട്ടിയ സംഭവല്ലേ? ഒട്ടും എക്സ്പെക്ടഡ് ആയിരുന്നില്ല. ഡോറ ഇത് വിഷ്ണു വിചാരിച്ച ഞാൻ എനിക്ക് വാങ്ങിയിട്ടുണ്ട്, എനിക്ക് സെൽഫ് ഗിഫ്റ്റ് ചെയ്തെന്തോ. പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര സർപ്രൈസ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തൽക്കാലം നമുക്ക് ഇറങ്ങാം. 12 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു. ഇപ്പൊ സമയം 1 മണിയായി. തൽക്കാലം നമുക്ക് ഇവിടുന്ന് മെല്ലെ വെച്ച് പിടിക്കാം. ഇവിടെ സാൻഡാമില് ബേബി പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഓൺ ദ വേ നമുക്ക് പറയാം. ക്ഷമ. ഇന്നലെ കുറച്ച് നല്ല വെതറായിരുന്നേ, പക്ഷെ ഇന്ന് വീണ്ടും ഒരു മൂടിക്കെട്ടിയ അവസ്ഥയാണ്. പക്ഷെ തിരക്കേടില്ല. വണ്ടി നമ്മളെ ചാർജ് ചെയ്യാട്ടിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ ദൂരെയാണ് ചാർജിങ് പോയിന്റ് ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് കാർ എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ എൻ്റെ മേക്കപ്പ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ പറയാൻ വന്നത്, നമ്മൾ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞിട്ടുള്ള ആദ്യത്തെ 2 ആഴ്ചയെല്ലാം നമ്മൾ ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യമായിരുന്നു ഒരു സേവിങ്സ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്.
ഇത്രയും കാലം നമ്മൾ രണ്ടുപേരും നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ളൂ. മുന്നേ എനിക്ക് തോന്നുന്നു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ട്, വിഷ്ണുവിനൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ട്, നമുക്ക് രണ്ടുപേർക്കും മ്യൂച്വലായിട്ടൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതുവഴിയൊക്കെയാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസും ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും മ്യൂച്വലായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു പുതിയ ചാപ്റ്ററാണ്, ഒരു പുതിയ കാര്യമാണ്. എന്താണ് ഏതാണെന്നുള്ളത് മുഴുവൻ അറിയാം. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യമായിരുന്നു ഒരു ചെറിയ എമൗണ്ട്, നമ്മൾ രണ്ടുപേരെ കൊണ്ടും പറ്റുന്ന ഒരു എമൗണ്ട് ഒരു പുതിയ അക്കൗണ്ടിലോട്ട് മാറ്റിയിടുകയെന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോസസ്സിൽ അത്യാവശ്യം നമുക്ക് കുറേ വരവുണ്ടായിരിക്കില്ല, ചിലവൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതൊക്കെ ആ ഒരു സമയത്ത് ആ ഒരു പാനിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുവിൻ്റെ പ്ലാനിങ് ആയിരുന്നു നമുക്കൊരു ചെറിയ എമൗണ്ട് എല്ലാ മാസവും ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയിടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്ലാനിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതും കൂടെയാണ് കേട്ടോ. നമ്മൾ ഈ നോക്കുന്ന കാര്യങ്ങൾക്കും ഫേർണിച്ചേഴ്സിനും ബേബി പ്രൊഡക്ട്സിനും ഒക്കെ ഏകദേശം എത്ര എമൗണ്ട് വരുന്നുള്ളൊരു എസ്റ്റിമേറ്റ് നമുക്ക് വേണമല്ലോ. കാരണം ഒരു ഐഡിയ ഇല്ലാത്തൊരു മേഖലയാണ്. അപ്പോൾ അതിന് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഈ ഡോറിന് വിൻ്ററായി കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ചെറിയ പിടുത്തമുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ബേബി പാർക്കിലോട്ട് പോകുന്നത്. ആദ്യമായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് സംഗതി ഇതൊക്കെ അറിയാൻ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇവിടുന്ന് ഒരു 37 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഈ ഒരു ബേബി പാർക്കിലോട്ട്. ശരിക്ക് 1-2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പോയി നോക്കി അന്വേഷിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് അവസാനമൊക്കെ ആകുമ്പോഴേക്ക് നമ്മളൊന്ന് നാട്ടിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഒരു 4 ആഴ്ചത്തേക്ക്. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്ക് കുറച്ച് ടൈറ്റായി പോകും, പിന്നെ കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് ചെറിയൊരു പ്ലാനിങ്ങിൽ ആദ്യം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പോയി നോക്കലും വെക്കലും ഒക്കെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു ഫേസ് നമ്മൾ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. നാട്ടിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അമ്മമ്മയൊക്കെ പറഞ്ഞിരുന്നത്, ദീമേമയൊക്കെ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് എപ്പോഴും കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ കുട്ടിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുള്ളൂ. അതിന് മുന്നേ നമ്മളങ്ങനെ കുട്ടിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നും ചെയ്യില്ല എന്ന്. പക്ഷെ നാട്ടിലൊരു സിസ്റ്റം അനുസരിച്ച് അത് ഭയങ്കര ഓക്കെയാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പേരൻസോ നമ്മുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസോ ആരെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കാനും ഒക്കെ വേണ്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവുമ്പോഴേക്ക് കുട്ടീനെ വെൽക്കം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പേരൻസ് ആയിട്ട് വീട്ടിൽ റെഡിയാക്കി വെക്കും. കാരണം അധികം ഈ ഒരു പ്രോസസ്സ് 2 ആൾക്കാരും കൂടെ ആയിട്ടായിരിക്കുമല്ലോ നോക്കുക. നമ്മുടെ പേരൻസും അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സും ഒക്കെ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിലും അവർ വേറെ രാജ്യത്തും വേറെ കൺട്രിയിലും ഒക്കെ ആവുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സഹായിക്കാൻ പറ്റുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും ഇവിടെ ഡെലിവറിക്ക് മുന്നേ അധികം ആൾക്കാരും കുട്ടീനെ വെൽക്കം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു വെക്കും. കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പം അച്ഛന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് വാങ്ങിക്കാനുള്ള അത്രയും നോളേജും ഉണ്ടായിരിക്കില്ല. പിന്നെ നമുക്ക് ഒപ്പീനിയൻ ഉണ്ടായിരിക്കുമല്ലോ അതിൽ. അപ്പം അതുകൊണ്ട് എപ്പോഴും കുട്ടറ മുന്നേ നമ്മൾ എല്ലാ സാധനങ്ങളും കുട്ടറ റൂമും എല്ലാം റെഡിയാക്കി വെക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വിശ്വാസങ്ങൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ഉൾത്തിരിഞ്ഞ് വന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇവിടുത്തെ ഒരു രീതിയിലാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ആണ് നമ്മൾ മുൻകൂട്ടി ഈ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ചത്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എപ്പോഴും കുട്ടി ഉണ്ടായിട്ടാണ് കുട്ടിക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത്. ഞാനത് യോജിക്കുന്നു. നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള കാര്യങ്ങളും ഓപ്ഷൻസും എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തില്ലെങ്കിൽ അവസാനം നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. പിന്നെ നമ്മളിവിടെ ക്രാംസ്ബർഗ് എന്ന് പറയുന്ന ഒരാളെ ബുക്ക് ചെയ്യും കേട്ടോ ഡെലിവറിക്ക് മുന്നേ. അത് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇത്ര മണിക്കൂർ പേരൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്തു തരാൻ വേണ്ടിയിട്ട് വരുന്ന അധികം കുറച്ചൊരു പ്രായമുള്ള ഒരു ലേഡി ആയിരിക്കും. അപ്പം നമ്മളും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 36 വീക്കൊക്കെ ആകുമ്പോൾ അവർ നമ്മളെ ഒന്ന് വിസിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ റെഡിയാണോ, കുട്ടീനെ വെൽക്കം ചെയ്യാൻ നമ്മൾ റെഡിയാണോ, ഇനി എന്തൊക്കെ വേണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് അമ്മു ചേച്ചിയുടെയും ദീപ ചേച്ചിയുടെയും അച്ചു ചേച്ചിയുടെയും ഒക്കെ ഒരു ഗൈഡൻസിലാണ്. എന്തൊക്കെ നമുക്ക് നോക്കണം ജസ്റ്റ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് വാങ്ങിക്കാനുള്ള പ്ലാനൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് നോക്കി ഒരു ഐഡിയ വരുത്തലാണ്. അതിനുശേഷം നമ്മൾ നാട്ടിലൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ നാട്ടിൽ പോകാൻ എക്സൈറ്റഡ് ആണോ?
വിഷ്ണു കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നിട്ടില്ലല്ലോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുമ്പോഴേ പറയുന്നുണ്ടായിരുന്നില്ലേ വിഷ്ണുവിന് വരണം എന്നുണ്ട്. കാരണം വിഷ്ണുവിൻ്റെ അമ്മമ്മയ്ക്ക് വിഷ്ണുവിനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഏജ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും വിഷ്ണുവിന് ഒരാഗ്രഹം പോയി ഒന്ന് കാണണം എന്നുള്ളത്. കാരണം പിന്നെ എത്ര പെട്ടെന്ന് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ചെയ്തൊരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചത് അല്ലേ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ബേബി പാർക്ക്. വിഷ്ണുവിന് രാവിലെ സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഉറക്കം വരുന്നു. അതുകൊണ്ട് നമ്മൾ ഡ്രൈവർ ഒന്ന് സ്വിച്ച് ചെയ്യാണ്. വിഷ്ണുവിന് പെട്ടെന്ന് ഉറക്കം വരാൻ തുടങ്ങി. രാവിലെ സ്വിമ്മിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ശനിയാഴ്ച രാവിലെ വിശദീകരിച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ദിവസമാണ്. അപ്പം ഇന്ന് നീർദോശയും ഞാൻ എടുത്തല്ലോ. പറഞ്ഞു വന്നത് നമ്മുടെ വിശദീകരിച്ചുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും ഒപ്പം ചൂടുവെള്ളത്തിലൊരു കുളിയൊക്കെ ആയപ്പോൾ വിഷുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡ്രൈവേഴ്സ് ഒന്ന് സ്വിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളൊരു 5 മിനിറ്റില് നമ്മൾ ബേബി പാർക്കിൽ എത്തുന്നുണ്ടോ. വിഷ്ണു എനിക്ക് ഡയറക്ഷൻ പറഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, ഞാൻ കാണുന്നുണ്ട് ഈ സൈഡിൽ വണ്ടി ഉണ്ടോ. അപ്പൊ നീ കുറച്ച് സ്ലോ ആക്കി എനിക്ക് മാറ്റാനുള്ള ഒരു ഇത് കാണിക്കും. സ്പീഡാക്കിട്ടല്ല നമ്മൾ എടുക്കുക, കാരണം വണ്ടിന്റെ ബാക്കില് അങ്ങനെ തടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ എന്നാ ശരി, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു 5 മിനിറ്റ്, ഇതെന്താ തീരാത്ത 5 മിനിറ്റ്, 4 മിനിറ്റിൽ നമ്മൾ ഇവിടെ എത്തും. നമ്മുടെ പ്രഗ്നൻസിയുടെ ഒരു 13th വീക്ക് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്കിങ്ങനെ മേജറായിട്ടുള്ള പ്രഗ്നൻസിയുടെ ബുദ്ധിമുട്ടുകളൊന്നും ബാക്കി വന്നിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷെ ഇപ്പം നിൽക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്പാ എന്ന് പറയുന്ന മിനറൽ വാട്ടർ മാത്രമേ എനിക്ക് കുടിക്കാൻ പറ്റുന്നുള്ളൂ. വേറെ ഒരു മിനറൽ വാട്ടറും അതേപോലെ തന്നെ ടാപ്പ് വാട്ടറോ ഒന്നും എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. അത് വലിയൊരു പ്രശ്നമൊന്നുമല്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊന്നൊരു വലിയ കാര്യം. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഇതായിരുന്നേ. ഇവർ കണ്ടോ, അവർക്ക് വേണ്ട കാർ സീറ്റൊക്കെ വാങ്ങി അവർ വീട്ടിൽ പോവാണ്. ഇത് വല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, നമ്മൾ ആദ്യം വന്നത് ഈ ഒരു സ്ട്രോളർ കാർ സീറ്റ് ഭാഗത്തോട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡെലിവറി കഴിഞ്ഞ്, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ കയ്യിൽ കാർ സീറ്റ് ഉണ്ടോ എന്ന്. കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരിവിടെ കാർ സീറ്റിൽ ഇരുത്തണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗം എക്സ്പ്ലോർ ചെയ്യാൻ വന്നു. അമ്മു ചേച്ചിനോട് ഏകദേശം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടായിരുന്നു വന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ ഇതൊരു ലോകമായിരുന്നേ. ഒന്നും കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇത് ഭയങ്കര കൺഫ്യൂഷനുള്ള പരിപാടിയാണ്. നേരത്തെ ഓൺലി കാർ സീറ്റ് ആയിരുന്നോ? ശരിയാ. പക്ഷെ ഇതിലെ മുകളിലത്തെ നമുക്ക് ഇങ്ങനത്തെ വെക്കുന്നത് ഇങ്ങനെ ഓരോരോ സെറ്റ് പോലെ മാറ്റുന്നതൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ? എനിക്കൊന്ന് നെയ്ത്തന്റെ ഒക്കെ അങ്ങനെ കണ്ടൊരു ഓർമ്മ എനിക്ക്. ഒരു ഐഡിയ ഇല്ല കേട്ടോ. നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. പല പല ഏരിയയിൽ പല പല സാധനങ്ങൾ. ഈ ബ്രാൻഡൊക്കെ ഞാൻ പലതും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വലിയ ഐഡിയ ഇല്ല. ഇതിലെല്ലാം കൂടെ ഇതിൽ കണ്ടോ കുട്ടീനെ സ്റ്റോളറുള്ള അത് ഒന്ന് കുട്ടീനെ കിടത്തുന്ന സാധനവും എനിക്കറിയില്ല. ഇതായിരുന്നു അവസ്ഥ. ഇടയ്ക്ക് എനിക്ക് ചെക്കനെ ആലോചിച്ചിട്ട് പാവം തോന്നി. കാരണം ഒന്നും അറിയാത്ത നമ്മുടെ കയ്യിലേക്ക് ഒരു എക്സ്പെരിമെന്റൽ പീസായിട്ടാണല്ലോ പുള്ളി വരുന്നത്. ഇത് കണ്ടോ, നല്ല രസമല്ലേ? ഇത് നമുക്ക് കുട്ടികൾക്ക് നമ്മളിപ്പോൾ ചെയറിലിരുന്നിട്ട് ഇപ്പുറത്തിരുന്ന് നമുക്ക് അവർക്ക് ഫുഡോ അല്ലെങ്കിൽ അവരുടെ കഴിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പല ഫോം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അവരുടെ ഈ ഒരു ബേബി ചെയർസ് തന്നെയാണ്. ഞാൻ ഡാനിഡേയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു പവർ ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് മ്യൂസിക് വരും ചിലതൊന്ന്. പിന്നെ മുകളിലെ ആ ഒരു ടോയില്ലേ അത് കിടന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ പിള്ളേർക്ക് അവിടെ ഇങ്ങനെ ചില്ല് ചെയ്ത് കിടക്കാം. പിന്നെ ഒരു ചെറിയ മൂവ്മെൻറ്റും ഉണ്ട് അതിന്. അപ്പോൾ വലിയ കുഴപ്പമില്ല, അതവിടെ കിടന്നോളൂന്ന് വിചാരിക്കണം. 229 അത് കുഴപ്പമില്ല. നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മുടെ NL ഫാമിലിയിൽ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു പരിചയമൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് വിഷ്ണു എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ജയിൽ പോലത്തെ സാധനങ്ങൾ എന്താണെന്നറിയോ? ഇതാണ് ബേബി ഗേറ്റ്. അതായത് നമുക്കിപ്പോൾ കുട്ടി കോണിയുടെ മുകളിൽ നിന്നൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മുകളിൽ അവിടെയൊക്കെ നമുക്ക് ഈ ബേബി ഗേറ്റ്സ് വെക്കാം. അപ്പോൾ ഇത് തുറക്കാനുള്ള മെക്കാനിസം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിള്ളേർ തുറക്കില്ല. ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നെയ്ത്തനും ശിവും വേദവും ഒക്കെ ഉള്ളതുകൊണ്ട് കണ്ടൊരു ശീലമുള്ള സാധനങ്ങളാണ്. ഒരു ഭയങ്കര പുതിയ സാധനം പോലെ തോന്നുന്നില്ല. തുടക്കത്തിൽ ഒരു 6 മാസത്തിന് നമ്മളൊരു കോ സ്ലീപ്പർ ബാസ്നെറ്റ് പോലെ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ്. കുറച്ച് ഓപ്ഷൻസ് നമ്മൾ ഓൺലൈനും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യണം. ഇത് നമ്മൾ കുട്ടീനെ കിടത്തി കളിപ്പിക്കുന്നതെന്ന്
കുളിപ്പിക്കുന്ന ടബാണ്. നമുക്ക് കയ്യിലൊക്കെ ഇരുത്തി കുളിപ്പിക്കാൻ പറ്റുന്നതിന് തുടക്കത്തിൽ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടില്ല അമ്മമ്മ കാലിൻ്റെ മുകളിൽ കിടത്തി കുളിപ്പിക്കുന്ന കേട്ടോ. പക്ഷെ ഇവിടെ ഇങ്ങനെയാണ്. നമുക്ക് ഈ ഒരു ഇതിൽ നമ്മൾ വെക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ എത്രയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയൊക്കെ ഉണ്ട്. ആകെ കൺഫ്യൂഷനാണ്, എന്താ വേണ്ടത് എന്താ വേണ്ടാത്തതെന്ന് മനസ്സിലാവില്ല. ഈ വീടൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് എത്ര പ്രൊഡക്ട്സ് വേണമെന്നില്ല ഒരവസ്ഥ. ഒരു ചെറിയ ബേബി റൂം സെറ്റപ്പ് ഇവരോട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ. ഒരു ക്രിബ് ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു അലമറ, പിന്നെ ഡയപ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിള്, അങ്ങനെ എല്ലാം കൂടെ. 3 ഫ്ലോറാണ് കേട്ടോ ഈ ഒരു ബേബി പാർക്ക് വരുന്നത്. ഗാർഡൻ പാർക്കോ? ഇവിടെ വേറെ ഫേർണിച്ചേഴ്സ് ആണോ അറിയാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ വരുന്ന ജൂനിയർ പാർക്കാണ് കേട്ടോ. കാരണം കുറച്ച് വലിയ കുട്ടികൾക്ക് പറ്റുന്ന കാര്യങ്ങൾ, അവരുടെ ബെഡും കാര്യങ്ങളും, പിന്നെ ചെറിയൊരു സ്റ്റഡി ടേബിള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മളിപ്പോൾ ഇവരുടെ ഔട്ട്ലെറ്റിലാണ് കേട്ടോ. ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഒരു 50% to 70% വരെ ഓഫ് ഉണ്ടായിരിക്കും. ഇതെനിക്ക് അമ്മു ചേച്ചി പറഞ്ഞ ഇൻഫർമേഷനാണ്. ഇവിടെ താഴെ ഇപ്പോൾ നമ്മൾ ഷോ പീസായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കില്ലേ, അത് കുറച്ച് കഴിഞ്ഞാൽ അവർ സെല്ല് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് ഇവിടെ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല പ്രൊഡക്ട്സിൽ, അങ്ങനെ കേടോ മോശമോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഷോ പീസായിട്ട് വെച്ചത് കാരണം അവർ അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് കൊടുക്കും. ഇപ്പം നമുക്കങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഇപ്പം നമുക്ക് എടുക്കാനുള്ള പ്ലാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് നോക്കി പോവാം. ഇത് കണ്ടോ, ഇത് ഷോ മോഡലായിരുന്നു. അപ്പോൾ 719 ആണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. പക്ഷേ 499 നമുക്ക് കിട്ടും. അങ്ങനെ ഈ ഒരു ഏരിയയിൽ വരുന്ന എല്ലാം ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് ഇരിക്കുക. എല്ലാം അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു കൺവേർട്ടബിൾ സംഗതി കണ്ടത്. നമുക്ക് കാർ സീറ്റാണ്, ഒപ്പം നമുക്ക് സ്ട്രോളറായിട്ട് മാറ്റുകയും ചെയ്യാം. കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 2-3 മാസം ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും തോന്നി കേട്ടോ. നമുക്ക് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ് നാട്ടിലോട്ട് വരാൻ പ്ലാനുണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊപ്പം ഈ ഒരു കാർ സീറ്റ് കൊണ്ടുപോകാനും അതിൻ്റെ ഒപ്പം നാട്ടിലെത്തിയിട്ട് ഇത് കാർ സീറ്റായിട്ട് ഉപയോഗിക്കാനും ഒക്കെ നല്ലതായിരിക്കുമല്ലോ. നാട്ടിൽ സ്ട്രോളർ ഉപയോഗിക്കാൻ അത്ര കൺവീനിയൻ്റ് ആയിരിക്കില്ല, പക്ഷേ എന്നാലും കാർ സീറ്റ് ഉപയോഗിക്കാൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ കണ്ടപ്പോൾ വിചാരിച്ചു. അതിനുശേഷം നമ്മൾ സ്ട്രോളേഴ്സിൻ്റെ മെയിൻ ഏരിയയിലോട്ട് വന്നു കേട്ടോ. ഇവിടെ നിലത്ത് കണ്ടോ, അവർ ഡിഫറെൻറ്റ് ടെറൈനിൽ നമ്മൾ ഈ ഒരു സ്ട്രോളർ കൊണ്ട് നടക്കുമ്പോൾ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഞാനും വിഷ്ണുവും 2-3 ഐറ്റംസ് എടുത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എന്നാലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി ഇതിൻ്റെ മുകളിൽ ഗവേഷിക്കാനും അന്വേഷിക്കാനും ഒക്കെ ബാക്കിയുണ്ട്. ഇങ്ങനെ വലിയ വലിയ ഐറ്റം മാത്രമല്ല, കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പേരൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട്. ഇവിടെ ബേബി മോണിറ്റേഴ്സ്, പിന്നെ അതേപോലെ സ്റ്റെറിലൈസേഴ്സ്, ബോട്ടിൽ, പിന്നെ കുഞ്ഞു കുഞ്ഞു പിള്ളേരുടെ സാധനങ്ങൾ എല്ലാം വെച്ചിട്ടുള്ള സംഗതി ഇവിടെ ഉണ്ട്. ഇവിടെ വന്നു പോയതിന് ശേഷം ഞാനൊരു പ്രോപ്പർ എക്സൽ ഷീറ്റ് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ വാങ്ങിക്കണം, അതായത് ബേബി എസെൻഷ്യൽസ്, മോം എസെൻഷ്യൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വീണ്ടും വരാം. ഇത് ഫീഡിംഗ് ബില്ലും ആണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഞാൻ കണ്ടപ്പോൾ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ കണ്ടതും കാണാത്തതും അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടുന്ന് കണ്ടേ. ഈ പറയുന്ന പോലെ ഈ ഒരു വലിയ ഫ്ലോറായിരുന്നു. അവിടെ മൊത്തം നടന്ന് ഒരേ ടൈപ്പിൽ വരുന്ന ഒരുപാട് സാധനങ്ങൾ കണ്ട് നല്ല സൂപ്പർ കൺഫ്യൂസ്ഡ് ആയതിനു ശേഷം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി ഒരു തീരുമാനം ഉണ്ടാക്കണം. അങ്ങനെ ഒരു കിളിപോയ അവസ്ഥയിൽ നമ്മളിവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഉണ്ടാക്കിയ ലിസ്റ്റ് ഒന്നും കൂടെ നമ്മളൊന്ന് റിഫൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്തൊക്കെ ആവശ്യമുണ്ട്, ഓരോന്നിന് എത്ര പ്രൈസ് വരെ പോവാം, ടോട്ടൽ എമൗണ്ട് എത്രയാവും, അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടല്ലോ. അതൊന്ന് ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മെല്ലെ അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നണം. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് തോന്നണം. ഇത് നമ്മുടെ ബേസിക് ഫേർണിച്ചർ കാര്യങ്ങൾ മാത്രം കേട്ടോ. ഇതല്ലാതെ കുട്ടി ജനിച്ച ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ ബാഗൊക്കെ ആയിട്ട് വേണമല്ലോ പോകാൻ. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കുട്ടിക്ക് വേണ്ട സാധനങ്ങൾ ഇതിൽ വേണം. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് ഇതിന് പുറമെയാണ്. ഇത് ബേസിക് സാധനമാണ്. അപ്പോൾ തൽക്കാലം ഇറങ്ങാം. ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി അടുത്ത ഷോപ്പിലോട്ട് പോകാം. ഫൈനലി നമ്മൾ പുറത്തിറങ്ങി. ഇനി നമ്മൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന ആ ഒരു ഹോൾവേയില്ലേ, അവിടെ കുറച്ച് ഭംഗിയാക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. കുറച്ച് ആർട്ടിഫിഷ്യൽ ചെടികളും അതിൻ്റെ ഒപ്പം കുറച്ച് എന്താ പറയുക പെയിൻറ്റിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ മിററും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് കിട്ടുമോ നോക്കണം. ഇവിടെ ആക്ച്വലി ബേബി പാർക്ക് മാത്രമല്ല, കണ്ടോ ബേബി പാർക്ക് ആൾക്കാരെ കാണിച്ചു. ബേബി പാർക്ക് മാത്രമല്ല, അതല്ലാതെ പ്രാക്സിസ്, ഗാമ അങ്ങനെ പറയുന്ന ഒരുപാട്
കടകളുണ്ട്. ഇനി എന്തെങ്കിലും അടുത്തൊരു കാര്യം ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് വിശക്കുന്നുണ്ട്. അവിടെ സബ്വേയും ഉണ്ട്, പിന്നെ ഫെബോയും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും പോയി ലഞ്ച് കഴിച്ചതിന് ശേഷം ബാക്കി ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം. തൽക്കാലം ഈ ഒരു ഏരിയയിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് മെല്ലെ ഐക്യയിലൊന്ന് പോകാമെന്നാട്ടോ വിചാരിക്കണം. ഈ ഡച്ചിൽ ഐക്യ, ഇവർ ഡച്ചിലല്ല, എനിക്ക് തോന്നുന്നു റിയൽ പ്രൊണൗൺസിയേഷൻ ഐക്യ ആൾക്കാർ പറയണത് ഇക്കിയ എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല, എനിക്ക് തോന്നുന്നത് പോലെ ഐക്യാന്നോ അല്ലെങ്കിൽ ഇക്കിയാന്നോ ഒക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇക്കിയ അല്ലെങ്കിൽ ഐക്യയിൽ പോവാം. അവിടുന്ന് എനിക്ക് കുറച്ച് എന്താ പറയുക, ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറേജ് ബോക്സസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. ചുണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടുന്ന് പോവാം. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ആയിട്ടുള്ള തോന്നുന്നു. ബൈൽമർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഐക്യ ഉണ്ട്, അവിടെ പോവാം. അധികം പോണതിൻ്റെ മുന്നേ ഒന്ന് ചാർജ് ചെയ്തിട്ടൊരു സാഹചര്യം കാണുന്നുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ ചാർജ് ചെയ്യാനിട്ടിരുന്നെങ്കിലേ പകുതിക്ക്, രാത്രിയല്ല രാവിലെ വിഷ്ണു സ്വിമ്മിങ്ങിന് പോയി വന്നിട്ട് ചാർജ് ചെയ്യാനിട്ടിരുന്നെങ്കിലും പകുതിക്ക് വെച്ച് ചാർജിങ് സ്റ്റോപ്പായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് ചാർജ് ചെയ്യണം, എന്നിട്ട് ഐക്യ പോകാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐക്യ. ചുമ്മാ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ നല്ല രസമുള്ള കടയാണ്. ഇഷ്ടമല്ല, കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പം തന്നെ ഇന്ന് വിഷ്ണുവിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അല്ലെങ്കിൽ ഇത്ര നേരമൊന്നും വിഷ്ണുവിന് നിൽക്കാൻ പറ്റില്ല ഷോപ്പിങ്ങിൽ. പോവാം. ഒരു 20 മിനിറ്റ് അപ്പോൾ നമ്മുടെ ചാർജിങ് സെറ്റ് ആവും. റൈഫിൾ ക്ലബ്ബ് മൂവി ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള റീസൺ വാണി വിശ്വനാഥാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നോ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീണ്ടും പെർഫോമൻസൊക്കെ ഒന്ന് കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ പുള്ളിക്കാരിയുള്ള സീൻ ഞാൻ റിപ്പീറ്റ് അടിച്ചൊക്കെ കാണുന്നുണ്ടായിരുന്നേ. ചാർജിങ്ങിനൊക്കെ ശേഷം നമ്മൾ ഇക്കിയ എത്തിയിരിക്കുകയാണ്. ഇന്ന് 7 മണി വരെയാണ് കേട്ടോ ഉള്ളത്. സാറ്റർഡേ 7 മണി വരെയും സൺഡേ 6 മണിയോ 5 മണിയോ അങ്ങനെ ഇതൊരു സമയം വരെയുള്ള. അപ്പോൾ നമുക്ക് തൽക്കാലം അതിൻ്റെ അകത്ത് പോവാം. വിഷ്ണു ഉറങ്ങി വീഴും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങാം. ഇന്ന് നടന്നില്ലെങ്കിൽ പിന്നെ നടക്കില്ല. സ്റ്റോറേജ് ബോക്സസ് വാങ്ങിക്കാം. എന്ത് വിഷ്ണു വീട് അടങ്ങി പിറകിയിരിക്കേണ്ടത് എനിക്ക്? വിഷ്ണുവിന് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും അനാവശ്യങ്ങളാണ്. നാളെ ആക്ച്വലി സൺഡേ ആണ് നമ്മുടെ റെസ്റ്റ് ഡേ. സാറ്റർഡേ നമ്മുടെ ആക്റ്റീവ് ഡേ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വിഷ്ണു രാവിലെ സ്വിമ്മിങ്ങിന് പോകാൻ തുടങ്ങിയതിന് ശേഷം സൺഡേ കുറച്ച് റെസ്റ്റ് ഡേ ആക്കി മാറ്റേണ്ട ആവശ്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. സൺഡേ ഇനി ആക്റ്റീവ് ഡേ ആക്കേണ്ടി വരും. ഉഷാറാ വിഷ്ണുവിട്ട് ചാട്ടൊക്കെ ചാട്, ഓടത് വരെ ഇൻഹാങ് വരെ ഓടങ്ങോട്ട് നോക്കട്ടെ. പവർ കാണട്ടെ ചേച്ചി, ഓടൂ. വിഷ്ണു ഇവിടെ പിള്ളേരെ ആക്കാനുള്ള സ്ഥലം തയ്ക്കല്. ഞാനും തയ്ച്ചു വെച്ച ഒന്ന് കേട്ടോ. തമാശയൊക്കെ നിൽക്കും. വെൽക്കം ടു ഐക്യ നെതർലൻഡ്സ്. ഇത് ഹാർലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഐക്യാണ് കേട്ടോ. സ്പ്രിംഗ് ആയത് കാരണം കുറച്ച് നല്ല ബ്രൈറ്റ് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഷോറൂമിൽ പോയില്ല കേട്ടോ. നേരെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. നമുക്ക് 2-3 സ്റ്റോറേജ് ബോക്സ് വാങ്ങിക്കാനില്ലെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് നമുക്ക് ഇങ്ങനൊരു രൂപം ഐക്യയുടെ പല പല കോർണേഴ്സിലായിട്ട് കാണാൻ പറ്റും കേട്ടോ. പുള്ളിക്ക് ഞാൻ എന്താ എടുക്കുന്നതെന്നോ എന്തിനാ എടുക്കുന്നതെന്നോ അറിയേണ്ട താല്പര്യം പോലുമില്ല. അവസാനം നമ്മൾ ബിൽ കൗണ്ടറിലെത്തില്ലേ, ആ സമയത്ത് ആകമൊത്തം ഒരു സെൻസറിങ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ അധികം മിണ്ടാറില്ല. പുള്ളി ഒരു മൂഡിലും ഞാൻ വേറൊരു മാനസികാവസ്ഥയിലുമാണ് ഉണ്ടാവാറ്. നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഒരു ഹോൾവേയില്ലേ, കുറേ കാലമായി അതൊന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ട് മനസ്സ് സെറ്റാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത്തവണ എങ്കിലും നമ്മൾ 1-2 മാസത്തിൽ അതൊന്ന് റെഡിയാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി മിറേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണേ. പിന്നെ വളരെ അത്യാവശ്യമുള്ള 1-2 ആർട്ടിഫിഷ്യൽ ചെടികളും പിന്നെ നമ്മുടെ സ്റ്റോറേജ് ബോക്സും ഒക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. സമയം ഇപ്പോൾ ഒരു 7 മണി 7:15 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ സമ്മറിലോട്ട് ഇങ്ങനെ അടുക്കും തോറും നമ്മുടെ ഇരുട്ടാവുന്ന സമയമൊക്കെ കുറച്ചിങ്ങനെ കൂടി വരുന്നുണ്ട്. എനിക്കിപ്പോൾ കുറച്ചധികം നേരം നടന്നാൽ, ഇതിപ്പോൾ ഫുൾ ഡേ ഏകദേശം പുറത്തായിരുന്നല്ലേ, അപ്പോൾ ചെറിയൊരു നടുവേദന വരുന്ന പോലത്തെ. കിച്ചണിൽ കുറച്ചധികം നേരം നിന്നാലും ഒരു നടുവേദന വരും. ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ മാറും കേട്ടോ. അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് ഇരുന്നതിന് ശേഷം അടുത്ത കാര്യങ്ങളിലോട്ട് കിടക്കാം. പ്രദുവും ഗീതും ദീപചേച്ചിയും ദിബിൻ ചേട്ടനും കൂടെ അവരുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പോകാനുള്ള ചാൻസ് കുറവാണ്. വിഷ്ണു വിഷ്ണു പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണു മിക്കവാറും അങ്ങോട്ട് പോവുമായിരിക്കും. എനിക്ക് കുറച്ച് പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. ഒന്ന്, കിച്ചണിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്.
അല്ലെങ്കിൽ മൺഡേ തൊട്ടിട്ട് ഭയങ്കര ബിസി ആയിരിക്കും. പിന്നെ 2, ഇന്ന് നമ്മൾ പോയി നോക്കിയ കാര്യങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് പ്രോപ്പർലി എനിക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കണം. കുറച്ചും കൂടെ ഒരു ഐഡിയ എനിക്കും കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തത് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ എൻ്റെ കുറച്ച് ഗാഡ്ജറ്റ്സ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അനാഥമായി ഈ ഫ്ലോറിൽ പല സ്ഥലത്തും കിടക്കുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ട് എനിക്ക് ഇവിടെ ഒരു ചെറിയ റീഅറേഞ്ച്മെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് തീർത്തില്ലെങ്കിലേ പിന്നെ അത് ഇങ്ങനെ നീണ്ടു പോകും. എനിക്കറിയില്ല എത്രത്തോളം ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ലെറ്റ്സ് സീ, പറ്റുന്നത്രയും ചെയ്യാം. ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. സമയം 7:30 ആയിട്ടുണ്ട്. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയർ കറിയുണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ. നമുക്കൊരു പുട്ടുണ്ടാക്കിയിട്ട് നമുക്ക് ഡിന്നർ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാനൊരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെറുപയർ കറി ഉണ്ട് കേട്ടോ. ഞാൻ വെള്ളത്തിൽ പോലും ഇടാറുള്ള ചെറുപയർ, അതല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുണ്ട്. ആ ഒരു കറി ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ എല്ലാവരും വെറുത്തിരിക്കുന്നത്. കാരണം ആരെങ്കിലും വരുന്നുണ്ട് എന്തെങ്കിലും പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആ ഒരു കറി ഉണ്ടാക്കും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അതൊരു മടുപ്പായിരിക്കുന്നു. അതുകൊണ്ട് വിഷ്ണു ഇപ്പോൾ പെട്ടെന്ന് കഴിക്കുന്നില്ല, ഞാൻ കഴിക്കാമെന്നാണ് പറഞ്ഞത്. കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച കുറച്ച് ജോലികൾ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നമുക്കിതൊന്ന് ചെയ്തു തീർക്കാം. ഈ ഒരു ചെടിയിലെ ആ ഒരു ബോൺസായി അതെനിക്ക് ടൊളു ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇങ്ങോട്ട് വന്ന സമയത്ത് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ എനിക്കത് ലിവിങ് റൂമിൽ തന്നെ വെക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതിൻ്റെ ഒപ്പം ആ ഒരു റെഡ് പോട്ട് നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പിൽ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് പോകാത്ത പോലെ. അപ്പം ഞാനത് ചേഞ്ച് ചെയ്ത് ഒരു ഇവിടെ കുറച്ച് കാണുന്ന രീതിയിലൊരു കളറാക്കി മാറ്റാമെന്ന് വിചാരിച്ചു. ആ ഒരു കുട്ടി ഷൂ കണ്ടോ, അത് നമ്മളിവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വാങ്ങിയതാ കേട്ടോ. പക്ഷെ എനിക്ക് എന്തോ അത് മാറ്റി വയ്ക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പം അതിൻ്റെ പൊസിഷൻ ഈ ഒരു TV വോളിലാണ്. ഇനി മെയിൻ പണി കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഭാഗമല്ലേ, ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനാണ്. ഇപ്പം ഈ ഒരു ഫ്ലോറിൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമായിട്ടുണ്ട് ഇത്. ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ പുറത്തെടുത്ത് വെക്കുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം ഒന്ന് എടുത്ത് വെച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ബോക്സസിലാക്കി ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. പിന്നെ ഒരാവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അതൊക്കെ നമുക്കൊന്ന് കളയുകയും ചെയ്യാം കേട്ടോ. കാര്യങ്ങൾ ഭയങ്കര പ്രോപ്പർലി അടക്കി പെറുക്കി ഒതുക്കി വെച്ചില്ലെങ്കിലേ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ തോന്നും. എൻ്റെ അമ്മ പറയുന്ന ഡയലോഗാണ് ഈ അടക്കി പെറുക്കി ഒതുക്കി വെക്കല് കേട്ടോ. നമ്മളൊക്കെ ചെറിയ മക്കളായിരുന്ന സമയത്തും അമ്മ ഭയങ്കരമായിട്ട് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചൊരു കാര്യമായിരുന്നു കാര്യങ്ങൾ വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്തെടുത്ത് വെക്കാൻ. ഇതിൻ്റെ പേരിലായിരുന്നു ഞാനും അമ്മയും തമ്മിലുള്ള മേജർ അടി കേട്ടോ ചെറുപ്പത്തിൽ. പക്ഷേ ഇപ്പോഴും അമ്മ ചെയ്യുന്നൊരു കാര്യമാണത്. ഇപ്പോഴും ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് അത് ഇതുമൊക്കെ പ്രോപ്പറായിട്ട് എടുത്ത് വെപ്പിക്കും. അങ്ങനെ ചെയ്ത് എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായ ഒരു കാര്യമാണ് ഈ ഒരു അടക്കി പെറുക്കി ഒതുക്കി വെക്കൽ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ആദ്യത്തെ ബോക്സിൽ നമ്മൾ അഡാപ്റ്റേഴ്സും ചാർജേഴ്സും ഒക്കെ വെച്ചു. പിന്നെ അടിയിൽ കുറച്ച് ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് വെച്ച്. പിന്നെ എൻ്റെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളും തൊട്ട് സൈഡിലും വെച്ചു. ഇനി നമുക്ക് ഈ ബാത്റൂം ഒന്ന് മോടി പിടിപ്പിക്കുക കേട്ടോ. കുറച്ച് കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമാണ്, വേണ്ടത്ര ഭംഗിയാക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഈ ബാത്റൂമിന്. കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് വേണ്ട രീതിയിൽ മുഴുവൻ അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ഷവർ ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് കുറച്ച് വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റും കാര്യങ്ങളും ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാറ്റ് തെന്നി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ അടിയിൽ ഒരു ലെയർ ഇടുമല്ലോ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം റിനോവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി. അതിനുശേഷം ഈ കാണുന്ന ക്യാബിനറ്റ് എൻ്റെ മുകളിലോട്ട് പൊളിഞ്ഞു വീഴുകയും അങ്ങനെ കുറേ സംഗതികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ കയ്യിലെ മാർക്ക് ഇപ്പോഴും അതാണ്. പിന്നെ കുറച്ച് ക്യാൻഡിലും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ച് നമ്മൾ ഈ കാണുന്ന ഒരു രൂപത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി കിച്ചണിൽ 1-2 പരിപാടിയും കൂടെ ബാക്കിയുണ്ട്. ഗ്രീൻ ചില്ലി എപ്പോഴും വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് മാറ്റി വെച്ച് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാലതിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് പ്രോപ്പർലി എടുത്ത് വെക്കാം. വിഷ്ണുവിനൊന്ന് ഡിന്നറില്ലാത്ത രാത്രി തോന്നണം അല്ലേ? സമയം 11 മണിയാവാനായി. ആ മനുഷ്യൻ ഇതുവരെ ഡിന്നർ കഴിച്ചിട്ടില്ല. ഗെയിം കളിയിലാണ്. അപ്പോൾ പുട്ടും ചെറുപയർ കറിയും പറ്റുന്നില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 11 മണിയിട്ട് ഇതുവരെ കഴിച്ചു കാണാമല്ലോ. എന്താ കഴിക്കണം? മാഗിയോ? 4 മാഗി ഉണ്ട് അതിൽ. നല്ല പുട്ടും ചെറുപയർ കറിയും, പ്രോട്ടീൻ, നല്ല സാധനങ്ങളൊക്കെ ഇപ്പം കഴിക്കും. ഞങ്ങൾ ഈ ആഴ്ച 2ാമത്തെ തവണ ഉണ്ടാക്കുന്നത്. വിഷു 2 ഗീതുവിൻ്റെ അവിടെ നിന്നല്ലേ ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കിയത്. ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കി. ഒരു ബോക്സ് ഗീതുവും വെച്ച് ഒരു ബോക്സ് ഞാനും കൊണ്ടുവന്നു. അന്നാണ് പുട്ടുണ്ടാക്കിയത്. ഈ ആഴ്ചയിൽ 2ാമത്തെ പുട്ടാണ്. ദിസ് ഇസ് ടു മച്ച് ഓഫ് അഹങ്കാരം മാൻ. ഇപ്പോൾ പുട്ട് പറ്റില്ലെങ്കിൽ കഴിക്കണ്ട. പുള്ളി ഇനി മറ്റേ മാഗി ഉണ്ടാക്കി കഴിക്കട്ടെ. ഞാൻ തൽക്കാലം എൻ്റെ ഒതുക്കലും പെറുക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി കുറേ വേസ്റ്റ് കളയാനും സാധനങ്ങൾ എടുത്തു വെക്കാനും കുറച്ച് പഴകിയ പച്ചക്കറി നമ്മൾ വാങ്ങിയതിൽ കുറച്ച് തക്കാളി എക്സ്ട്രാ പെട്ടു.
പിന്നെ ഒരു എന്താ പറയുക എന്താ സാധനത്തിൻ്റെ പേര്, ബെൽ പെപ്പർ, അത് എക്സ്ട്രാ പെട്ടു. അത് രണ്ടും നമുക്ക് കളയാനുണ്ട്. എൻ്റെ പ്ലാനിങ് ചെറുതായിട്ട് കഴിഞ്ഞ ആഴ്ച ഒന്ന് തെറ്റിയായിരുന്നു. വിചാരിച്ച 1-2 ദിവസം കുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ 2 സാധനങ്ങളൊന്നും കളയാനുണ്ട്. അങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടം ചെയ്തോളും. ബാക്കി ക്ലീനിങ്ങും ഞാൻ തൽക്കാലം ഇന്നത്തെ എൻ്റെ ക്ലീനിങ് പരിപാടി അവസാനിപ്പിച്ചു. ഞാൻ പോയിരുന്ന് കുളിച്ച് റെഡിയായിട്ട് വരട്ടെ. എന്നിട്ട് രാത്രി പടം കാണാമെന്നാണ് പറയുന്നത്. അതിന് മുന്നേ എനിക്ക് ലിസ്റ്റ് തന്നെ കൊണ്ട് നടക്കുമെന്നാ, നമുക്ക് നോക്കിയേക്കാം. ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അങ്ങനെ ഫൈനലി ഇന്നൊന്ന് ഇരുന്നു കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ലൊരു ഡേ ആയിരുന്നു. രാവിലെ എണീറ്റു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി, ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വിഷ്ണു സ്വിമ്മിങ്ങിലൊക്കെ പോയി വന്നു. അതിനുശേഷം വിചാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. ബേബി പാർക്കിന് കുറേ കേൾക്കുന്നു, ഒന്ന് കാണാൻ പറ്റി. പിന്നെ ഐക്യയിൽ പോയിട്ട് വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു. കുറേ കാലമായിട്ട് പെൻഡിങ്ങിൽ നിൽക്കുന്ന കുറേ അധികം കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു. അതിൻ്റെ ഇടയിൽ കുറച്ച് ടയർഡായി തോന്നി, ഇപ്പം അത് നിർത്തി. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ഓർഡറിങ് പരിപാടി ബാക്കിയുണ്ട്. നമ്മൾ മാർച്ച് 2nd വീക്ക് ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വരുത്താനുണ്ട്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്. അപ്പം ഞാൻ തൽക്കാലം ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വിഷ്ണു അവിടെ കിച്ചൺ ക്ലീൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ദിവസമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് നാക്കെടുത്ത് ഉള്ളിലോട്ട് ഇട്ടേ ഉള്ളൂ. അപ്പോഴൊക്കെ ഞാനും വിഷ്ണു 1-2 പറഞ്ഞ് ചെറിയ ജഗടയായി. ഇനി അതൊന്ന് കോംപ്രമൈസ് ആക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.